പാവിത്രത്തിൻ്റെ ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാഷ് കമലാമ്മയുടെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് നമ്മുടെ വേദയുടെയും വിക്രമിൻ്റെയും വിവാഹം നാടറിഞ്ഞുകൊണ്ട് ആചാരപ്രകാരം നിയമപ്രകാരം തന്നെ നടത്താൻ വേണ്ടി തീരുമാനിക്കുകയാണ്. നമ്മുടെ കമലാമ്മയ്ക്ക് ഇതിൽ ഒട്ടും തന്നെ താല്പര്യമില്ല. കമലാമ്മ സ്വപ്നം കണ്ടത് രാധയുടെയും വിക്രമിൻ്റെയും വിവാഹമാണ്. അത് നടക്കാത്തത് കൊണ്ട് തന്നെ ഇതിൽ തനിക്കൊരു പങ്കുമില്ലെന്ന് തുറന്നങ്ങ് പറഞ്ഞിട്ടുണ്ട് മാഷിനോട്. മാഷ് അത് അവഗണിക്കുകയാണ്. തൻ്റെ അനുവാദമില്ലെങ്കിലും ഈ വിവാഹം നടന്നേ തീരൂ, എനിക്ക് മറ്റുള്ളവരുടെ മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് നടക്കേണ്ടതാണ്, അവർക്ക് രണ്ടുപേരും നാട്ടുകാരുടെ മുന്നിൽ ഒരിക്കലും ഇനി അപമാനിതരായി നിൽക്കാനും പാടില്ല എന്നുള്ളൊരു തീരുമാനത്തോടു കൂടിയാണ് വിവാഹം നടത്താൻ തീരുമാനിക്കുന്നത്. രണ്ടുപേരും ശ്രീനിവാസൻ സാറിൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി തന്നെയാണ് അവർ അവിടെ എത്തുന്നത്. വേദയും വിക്രമിനെയും അപ്രതീക്ഷിതമായി കണ്ടതും ശ്രീനിവാസൻ സാറിനും ഭാര്യയ്ക്കും വളരെ സന്തോഷമാവുന്നുണ്ട്. വിക്രം, നീ വേദയെ കൂട്ടിക്കൊണ്ടുവരുന്ന വിവരം എന്തുകൊണ്ട് പറഞ്ഞില്ല? മുൻകൂട്ടി ഇതൊക്കെ പറയണ്ടേ എന്ന് വിക്രമിനോട് ചോദിക്കുന്നുണ്ട്. പക്ഷേ വിക്രം പറയുന്നുണ്ട്, എനിക്ക് അറിയത്തില്ലായിരുന്നു, ഞാൻ ഇങ്ങോട്ട് ഇറങ്ങുന്ന സമയത്താണ് വേദ പറഞ്ഞത് ഞാൻ കൂടി വരുന്നു എന്ന്. ഇത് കേട്ടതും വേദ പറയുന്നുണ്ട്, ഞാൻ വെറുതെ വന്നതല്ല, എനിക്ക് നിങ്ങളോടൊരു വിശേഷം പറയാനുണ്ടെന്ന് പറയാണ്. വേദയുടെ സന്തോഷം കണ്ടിട്ട് ശ്രീനിവാസൻ സാറും വൈഫും ചോദിക്കുന്നുണ്ട്, എന്താ വേദ ഇത്രയ്ക്ക് സന്തോഷമുള്ള കാര്യം പറയാൻ? അപ്പോൾ വേദ വിക്രമിൻ്റെ മുഖത്ത് നോക്കുന്നുണ്ട്. വിക്രം, നീ പറയാണ്. വിക്രം സന്തോഷത്തോടെ പറയുന്നുണ്ട്, നീ തന്നെ പറഞ്ഞോ വേദേ? അത് കേട്ട് വേദ പറയുന്നുണ്ട്, നമ്മുടെ അച്ഛനുണ്ടല്ലോ, അച്ഛൻ ഞങ്ങളുടെയും രണ്ടുപേരുടെയും വിവാഹം നിയമപ്രകാരം തന്നെ നടത്താൻ വേണ്ടി തീരുമാനിച്ചു. അതൊരു സന്തോഷപ്പെട്ട കാര്യമല്ലേ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും ശ്രീനിവാസൻ സാറിന് വളരെ സന്തോഷമാവുകയാണ്. ആണോ? മുതിർന്നവരുടെ എല്ലാം അനുഗ്രഹത്തോടു കൂടി നിങ്ങളുടെ കല്യാണം നടത്തിവെക്കാൻ അവർ തീരുമാനിച്ചോ? അത് നല്ലൊരു തീരുമാനം തന്നെയാണല്ലോ എന്നിങ്ങനെ പറഞ്ഞ് അവർ രണ്ടുപേരും ചിരിക്കുന്നുണ്ട്. ഉടനെ തന്നെ വേദ പറയുന്നുണ്ട്, സാറിനോട് ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു വിക്രം. പക്ഷേ ഇത്രയും കാലം സാറാണ് അവനെ നോക്കിയിരുന്നത്. ഇനി മുതൽ ഞാൻ അവൻ്റെ എല്ലാ കാര്യം സാറിനേക്കാൾ ഉഷാറായി ഞാൻ നോക്കിക്കോളാം. അതുകൊണ്ട് ഇനി ഇങ്ങനെയുള്ള അടിപിടി കേസുകളിലൊന്നും അവനെ വിളിച്ചേക്കരുതെന്ന് ഒന്നുകൂടി സാറിൻ്റെ അടുത്ത് പറയുകയാണ് വേദ. ഉടനെ തന്നെ വിക്രമിൻ്റെയും ശ്രീനിവാസൻ സാറിൻ്റെ മുഖം ഒന്ന് മങ്ങുന്നുണ്ട് വേദയുടെ വാക്കുകൾ കേട്ടതും. എങ്കിലും ചിരിച്ചുകൊണ്ട് അതിനെ അങ്ങ് തള്ളിക്കൊണ്ട് പെട്ടെന്ന് ശ്രീനിവാസൻ സാറ് പറയുന്നുണ്ട്, അതിനെന്താ മോളെ, ഇനി അതുകൊണ്ട് തന്നെയാണല്ലോ ഞാൻ ഇവനെ അങ്ങനെയുള്ള കേസുകളിൽ നിന്നൊക്കെ ഇപ്പോൾ അകറ്റി നിർത്തിയിരിക്കുകയാണല്ലോ, ഞാൻ അങ്ങനെയൊന്നും വിളിക്കാറില്ല അവനെ എന്നിങ്ങനെ പറയാണ്. അത് കേട്ട് വേദയ്ക്ക് സമാധാനമാവുന്നുണ്ട്. ഉടനെ തന്നെ ശ്രീനിവാസൻ സാറിൻ്റെ വൈഫ് പറയുന്നുണ്ട്, അതെ, ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കാനുള്ളൊരു ടൈമല്ല ഇത്, നീ ഇവിടെ ഇരുന്ന് അവരുടെ അടുത്ത് സംസാരിച്ചുകൂട്, മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാൻ റെഡിയാക്കട്ടെ, നിങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കണ്ടേ, ഞാൻ പെട്ടെന്ന് തന്നെ കിച്ചണിലേക്ക് ചെല്ലട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവർ പെട്ടെന്ന് തന്നെ കിച്ചണിലേക്ക് പോകുന്നുണ്ട്. എന്നാൽ അവർ പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് മടങ്ങുന്നുണ്ട്. പെട്ടെന്ന് വീട്ടിലെത്തിയതും മാഷ് കയറി വരുന്നുണ്ട്. മാഷ് ക്ഷീണിതനായി വരുന്നത് നമ്മുടെ ശ്രീജ തയ്ച്ചുകൊണ്ടിരിക്കുകയാണ്. വേദയാണെങ്കിൽ കട്ട് ചെയ്യുന്നു. അങ്ങനെ പാക്കിംഗ് ഒക്കെ നമ്മുടെ വിശ്വം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തരും ഓരോ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അച്ഛനെ കണ്ടതും എല്ലാവരും പിന്നെ അച്ഛൻ്റെ മുഖത്തേക്കായി ശ്രദ്ധ. മാഷ് പറയുന്നുണ്ട്, ഞാൻ പണിക്കരെ കണ്ടിട്ടാണ് വരുന്നത്, ഞാൻ ഇവരുടെ ജാതകമൊന്നും നോക്കേണ്ടത് ആവശ്യമില്ല, ഒരു നല്ല നാൾ കുറിക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഒരു നാൾ കുറിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. എന്തായാലും ഇന്ന് വൈകിട്ട് തന്നെ നമുക്ക് ഒരു ഷോപ്പിൽ പോയി ഡ്രസ്സൊക്കെ എടുത്തിട്ട് വരാം. മോളെ ശ്രീജെ എന്തൊക്കെയാണ് എടുക്കേണ്ടതെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും നമ്മുടെ ശ്രീജ പെട്ടെന്ന് കമലാമ്മയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. എല്ലാവർക്കും മാഷിൻ്റെ വാക്കുകൾ കേട്ടതും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. വിവാഹം ഇങ്ങ് അടുത്തു എന്നവർക്ക് ഉറപ്പായി. ശ്രീജ കമലാമ്മയോട് പറയുന്നുണ്ട്, അമ്മേ, അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ, എന്തൊക്കെ ഡ്രസ്സാണ് ചെറുക്കനും പെണ്ണിനും എടുക്കേണ്ടതെന്നാണ് ചോദിക്കുന്നത്, എന്തൊക്കെയാ അമ്മ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ കമലാമ്മ പറയുന്നുണ്ട്, അത് ഞാൻ ഇദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ട്, ഇതിലൊന്നും എന്നെ ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ല, ഞാൻ ഇതിനൊന്നും അഭിപ്രായം പറയത്തില്ല, അതുകൊണ്ട് തന്നെയാണല്ലോ അദ്ദേഹം എന്നോട് അഭിപ്രായം ചോദിക്കാത്തത്, നിന്നോടല്ലേ ചോദിച്ചത്, എന്താണെന്ന് വെച്ചാൽ നീ ചെയ്തോ എന്ന് പറയാണ്. ഇത് കേട്ടതും നമ്മുടെ ശ്രീജ പറയുന്നുണ്ട്, അച്ഛാ, പെണ്ണിന് പുടവ എടുക്കണം, പിന്നെ ചെറുക്കനാണെങ്കിൽ നല്ല മുണ്ടും ഷർട്ടും എടുക്കണം. ഇത് പറഞ്ഞതും ശരി, അങ്ങനെയാണെങ്കിൽ അങ്ങനെ, എന്നാൽ എല്ലാവരും റെഡി ആയിക്കോളൂ എന്ന് പറയുമ്പോൾ വിശ്വം ചോദിക്കുന്നുണ്ട്, എവിടെ നിന്ന് വെച്ചാൽ ഡ്രസ്സ് എടുക്കുന്നതെന്ന് ചോദിക്കുകയാണ്. ഉടനെ നമ്മുടെ മാഷ് പറയുന്നുണ്ട്, അതെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കടയിൽ നിന്നാണ്, അവിടെ നിന്നാവുമ്പോൾ കുറച്ച് ഡിസ്കൗണ്ടൊക്കെ കിട്ടും. ഓക്കെ, എല്ലാവർക്കും സമ്മതമല്ലേ എന്ന് ചോദിക്കുകയാണ്. നമ്മുടെ നന്ദിനിക്ക് ലോട്ടറി അടിച്ച സന്തോഷമാണ്, തുള്ളിച്ചാടുക കിടന്ന്.
പെട്ടെന്ന് പറയുന്നുണ്ട്, അച്ഛാ ഞങ്ങൾക്കൊക്കെ അച്ഛനാണോ ഡ്രസ്സ് എടുത്ത് തരുന്നത്? കുറേ കാലമായി അച്ഛാ പുതിയ ഡ്രസ്സൊക്കെ എടുത്തിട്ടെന്ന് പറയാണ്. ഇത് കേട്ടതങ്ങ് മാഷ് പറയുന്നുണ്ട്, അതെ ഞാൻ തന്നെ എടുക്കുന്നത്, വൈകുന്നേരം അതല്ലേ എല്ലാവരോടും റെഡിയായി നിൽക്കാൻ പറഞ്ഞതെന്ന് പറയാണ്. ഓ എനിക്ക് നല്ല ഡ്രസ്സ് എടുക്കണം, നല്ല അടിപൊളി സെലക്ഷനാണ് അച്ഛൻ പറഞ്ഞ ആ കടയിൽ, നല്ല പട്ടുസാരി കിട്ടും അച്ഛാ എന്നൊക്കെ പറയാണ്. പെട്ടെന്ന് മാഷ് പറയുന്നുണ്ട്, ബഡ്ജറ്റ് ഉണ്ടെന്ന് പറയാം. ഇത് കേട്ടതും നമ്മുടെ നന്ദിനിയും വിനയനാണ് ഞെട്ടുന്നത്. മറ്റുള്ളവർക്കും എല്ലാവർക്കും അച്ഛൻ എടുത്തുനിന്ന് തരുന്ന എന്ത് ഡ്രസ്സായാലും എത്ര രൂപയുടെ ഡ്രസ്സായാലും അവർക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ ഇവർക്ക് രണ്ടുപേർക്കും അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ മാഷ് പറയുന്നുണ്ട്, 1000 രൂപ എല്ലാവർക്കും 1000 രൂപ തരും, അതിനുള്ളിൽ ഒരു ഡ്രസ്സ് എടുത്തിരിക്കണം എന്ന് പറയാണ്. ഇത് കേട്ടതും നന്ദിനിക്ക് ഒട്ടും തന്നെ പിടിക്കുന്നില്ല. 1000 രൂപയ്ക്ക് പട്ടുസാരിയോ? എന്ത് പട്ടുസാരിയാ അച്ഛാ കിട്ടുന്നത്? ഒരു സാരി മാത്രം കിട്ടും, അതിൽക്ക് ബ്ലൗസ് വാങ്ങണ്ടേ, അത് തയ്ക്കണ്ടേ, അതിനൊക്കെ ആരാ കാശ് തരുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടതും നന്ദിനി ശ്രീജ പറയുന്നുണ്ട്, അതെ ഞാൻ തയ്ക്കുന്നുണ്ടല്ലോ, എനിക്ക് ബ്ലൗസ് തയ്ക്കാൻ അറിയാം നന്ദിനി, ഞാൻ തയ്ച്ചു തരാം എന്ന് പറയുമ്പോൾ, ഓ ചേച്ചി എംബ്രോയിഡറി വർക്കും ഒക്കെ ചെയ്യാവോ, കല്ലും മുത്തും ഒക്കെ വെക്കാൻ ചേച്ചിക്ക് അറിയോ? ഇല്ലല്ലോ, ഞാൻ അങ്ങനെ തയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്, കല്യാണത്തിന് വരുന്നവർ എല്ലാവരും എന്നെ ശ്രദ്ധിക്കണം, എൻ്റെ ഡ്രസ്സ് ശ്രദ്ധിക്കണം, ഇതൊക്കെ പറയുകയാണ്. അപ്പോൾ ശ്രീജ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ എനിക്ക് അതൊന്നും അറിയത്തില്ല, എനിക്ക് തയ്ക്കാൻ മാത്രമേ അറിയത്തുള്ളൂ. അങ്ങനെ ചെറിയൊരു മെഷീനല്ലേ നമ്മളിത് എന്ന് ചോദിക്കുകയാണ് ശ്രീജ. പെട്ടെന്ന് കമലാമ്മ പറയുന്നുണ്ട്, ഞാൻ വരുന്നില്ല, നിങ്ങൾ എല്ലാവരും കൂടെ എങ്ങോട്ടാന്ന് വെച്ചാൽ പോയിക്കോ, ഞാൻ എങ്ങോട്ടും വരത്തില്ലെന്ന് പറയാണ്. ഇത് കേട്ടതും നമ്മുടെ ശ്രീജയും നന്ദിനി പറയുന്നുണ്ട്, ആ ഞാനും വരുന്നില്ല. അപ്പോൾ നമ്മുടെ മാഷ് ചോദിക്കുന്നുണ്ട്, നിനക്കെന്താ പ്രശ്നം? അല്ല ഈ 1000 രൂപ വെച്ച് ഒരു സാരി എടുക്കുമ്പോൾ അത് അത്രയ്ക്ക് നന്നായിരിക്കില്ല അച്ഛാ, അതിനേക്കാൾ ഉഷാറുള്ള സാരി ഓൾറെഡി എൻ്റെ കയ്യിലുണ്ട്, ഞാൻ അതണിഞ്ഞ് വന്നോളാം, അതാവുമ്പോൾ അച്ഛനക്ക് ലാഭമാവുമല്ലോ എന്ന് പറയാണ്. ശരി, മാഷ് പറയുന്നുണ്ട്, ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല, എല്ലാവർക്കും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്താ ചെയ്യാന്ന് വെച്ചാൽ ചെയ്യാം എന്ന് പറയാണ്. അങ്ങനെ മാഷ് അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്നുണ്ട്. അങ്ങനെ വിക്രം വളരെ വിഷമത്തോടെ അമ്മയുടെ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട്, അമ്മേ അമ്മ കൂടി ഡ്രസ്സ് എടുക്കാൻ ഞങ്ങളോടൊപ്പം വരണം, അമ്മയുടെ അനുഗ്രഹം ഞങ്ങൾക്ക് വേണം ഇക്കാര്യത്തിലെന്ന് പറയാണ്. ഇത് കേട്ടതും കമലാമ്മ പറയുന്നുണ്ട്, ഇല്ല ഒരിക്കലും നീ എന്നെ പ്രതീക്ഷിക്കേണ്ട, നീ എന്ന് എന്നെ അപമാനിച്ചു വിട്ടോ അന്ന് നീ എന്നോട് വാക്ക് തെറ്റിച്ചില്ലേ, എന്നോടൊരു വാക്ക് നീ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രാധയെ വിവാഹം കഴിക്കാമെന്ന്, അന്ന് ആ വാക്ക് നീ എനിക്ക് പാലിക്കാൻ നിനക്ക് പറ്റിയില്ല, അതുകൊണ്ട് തന്നെ അന്ന് നീ എൻ്റെ മനസ്സിൽ മരിച്ചു കഴിഞ്ഞു. എനിക്ക് 2 മക്കളേ ഉള്ളൂ, ഒന്ന് വിശ്വം ഒന്ന് വിനയൻ, എനിക്ക് 2 മക്കൾ മാത്രമേ ഉള്ളൂ, ഒരാളുണ്ടായിരുന്നത് മരിച്ചുപോയി, ഞാൻ അതിനങ്ങ് കണക്ക് കൂട്ടിക്കോളാം, എന്നെ നീ ഒന്നിനും പ്രതീക്ഷിക്കേണ്ട, നീ ആദ്യം ചെന്ന് ആ പെൺകുട്ടിയുടെയും രാധയുടെയും അവളുടെ അമ്മയുടെയും മനസ്സിൻ്റെ വേദന മാറ്റിക്കൊടുക്ക്, അപ്പോൾ എൻ്റെ മനസ്സിൻ്റെ വേദനയും താനേ മാറും എന്ന് പറയാണ്. ഇത് കേട്ടതും വിശ്വം പറയുന്നുണ്ട്, അമ്മ എന്താണ് ഈ പറയുന്നത്? അവൾക്ക് എന്നും വിക്രമിനോട് ദേഷ്യമാണ്, ഇത്രയും വലിയൊരു ദേഷ്യം ഏത് കാലം മാറുന്നു വെച്ചിട്ട് അമ്മേ, മാറാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാനാണെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും നമ്മുടെ കമലാമ്മ പറയുന്നുണ്ട്, ആണോ അങ്ങനെയാണോ, എങ്കിൽ എൻ്റെ ദേഷ്യവും മാറത്തില്ല, ഇവൻ എനിക്ക് എന്നും ശത്രുവാണ്, ഇവൻ അവളാണ് വലുതെന്നും പറഞ്ഞല്ലേ അവളുടെ പിറകെ പോയത്, എന്തിനാ അവളുമായിട്ട് അങ്ങ് ജീവിച്ചോ, നിനക്കിനി അമ്മയും വേണ്ടല്ലോ എന്ന് പറയാണ്. ഇത് കേട്ടതും അമ്മയോട് വളരെ താഴ്മയോടെ കെഞ്ചാണ് വിക്രം, അമ്മയുടെ അനുഗ്രഹം ഞങ്ങൾക്ക് ഉണ്ടായിരിക്കണം, ഇത്രയും കാലം ഞങ്ങൾ അനാഥരെ പോലെ ജീവിച്ചു അമ്മേ, ഇനി അത് പാടില്ല, അമ്മയുടെ അനുഗ്രഹം ഞങ്ങളുടെ നല്ല ജീവിതത്തിന് വേണം, ഞാൻ ഇവളുടെ കഴുത്തിൽ ഒരു താലി എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ താലി ചാർത്താൻ വേണ്ടി പോവാണ്, അമ്മേ അന്ന് ഞാൻ രാധയെ വിവാഹം കഴിച്ചിരുന്നെങ്കിൽ അത് വേദയോടുള്ള ഒരു വഞ്ചന ആയിരുന്നില്ലേ അമ്മേ, അമ്മയ്ക്കത് മനസ്സിലാവുന്നില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് കേട്ടതും വിനയന് ദേഷ്യം വരുവാണ്. വിനയനും നന്ദിനിക്കും അങ്ങനെ പറയുന്നതൊന്നും ഇഷ്ടമല്ലല്ലോ. പെട്ടെന്ന് പറയുന്നുണ്ട്, നീ എന്തിനാ വിക്രം അമ്മ വരില്ലെന്ന് പറഞ്ഞിട്ട് അമ്മയെ ഇങ്ങനെ നിർബന്ധിക്കുന്നത്? നീ അമ്മയുടെ പ്രഷർ കൂട്ടാനുള്ള തീരുമാനത്തിലാണോ നിൽക്കുന്നത്? നീ അമ്മയുടെ അടുത്ത് നിന്ന് പോ എന്ന് പറയാണ്. ഉടനെ തന്നെ കമലാമ്മ പറയുന്നുണ്ട്, ഞാൻ ഈ വിവാഹത്തിൽ പങ്കെടുക്കും, അത് എൻ്റെ ഭർത്താവിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രം, അദ്ദേഹം നാട്ടുകാരുടെ മുന്നിൽ നാണം കെടാതിരിക്കാൻ വേണ്ടി മാത്രം അദ്ദേഹത്തിൻ്റെ ഒപ്പം ഞാനുണ്ടായിരിക്കും, പക്ഷേ മനസ്സുകൊണ്ട് ഞാൻ ഒരിക്കലും നിൻ്റെ വിവാഹത്തിൽ പങ്കെടുക്കത്തില്ല എന്നങ്ങ് ഉറച്ച തീരുമാനം അവരെ അറിയിക്കുകയാണ്. അങ്ങനെ കമലാമ്മ അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്നുണ്ട്. നമ്മുടെ വിക്രമിനാണെങ്കിൽ വളരെ വിഷമാവാണ്. അവൻ ഏറ്റവും കൂടുതൽ ഈ ലോകത്ത് സ്നേഹിക്കുന്നത് തൻ്റെ അമ്മയാണ്. ആ അമ്മ തന്നെ ഇങ്ങനെയൊക്കെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന വാക്കുകൾ പറയുന്ന സമയത്ത് എല്ലാവരെക്കാളും വളരെ വിഷമം തോന്നുന്നത് വിക്രമിന് തന്നെയാണ്. അങ്ങനെ വിക്രം റൂമിലെത്തുന്നുണ്ട്. പിന്നീട് വേദ ഈ സന്തോഷ വാർത്ത
തങ്ങൾക്ക് ഡ്രസ്സ് ഇപ്പോൾ കല്യാണത്തിനുള്ള ഡ്രസ്സാണല്ലോ എടുക്കാൻ പോകുന്നത്. പെട്ടെന്നത് മുത്തശ്ശിയെ വിളിച്ചറിയിക്കണമെന്ന് മാത്രമാണ് വേദയുടെ ചിന്ത. വേദ പെട്ടെന്ന് തന്നെ ഫോണെടുത്ത് മുത്തശ്ശിക്ക് വിളിക്കുന്നുണ്ട്. ഇവളുടെ കോള് കാണുന്ന സമയത്ത് മുത്തശ്ശിക്കും ആത്മയ്ക്കും വളരെ സന്തോഷമാവാണ്. എന്താ മോളെ വിശേഷിച്ചെന്ന് ചോദിക്കുകയാണ്. ഒരു വിശേഷമുണ്ട് മുത്തശ്ശി, നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമുള്ള കാര്യം തന്നെയാണ്. എന്താ മോളെ വിവാഹത്തിനുള്ള ഡേറ്റ് തീരുമാനിച്ചോ എന്നാണ് അവർ ചോദിക്കുന്നത്. ഇത് കേട്ടതും ആ മുത്തശ്ശി ഏകദേശം തീരുമാനിച്ചു. അച്ഛൻ ഇന്ന് വൈകിട്ട് ഞങ്ങൾക്ക് വിവാഹത്തിനുള്ള സാരിയും മുണ്ടും എല്ലാം, വിക്രമിനുള്ള മുണ്ടും ഷർട്ടൊക്കെ എടുക്കാൻ വേണ്ടി പോവാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓ, കുടുംബസമേതമാണോ പോകുന്നത്? അപ്പോൾ വലിയ രീതിയിലാണോ വിവാഹം നടത്തുന്നതെന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടതും വേദ പറയുന്നുണ്ട്, ആ അച്ഛൻ പറഞ്ഞിരുന്നു വിവാഹത്തിനുള്ള എല്ലാ ഏർപ്പാടുകളും അച്ഛൻ ചെയ്തോളാം, കുഴപ്പമില്ലാത്ത രീതിയിലാണ് നടത്തുന്നതെന്നും അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയാണ്. അങ്ങനെ എവിടെ നിന്നാണ് ഡ്രസ്സ് എടുക്കുന്നത് ചോദിക്കുമ്പോൾ വേദ പറയുന്നുണ്ട്, അത് അച്ഛൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കടയിൽ നിന്നാണ് മുത്തശ്ശി എന്ന് പറഞ്ഞുകൊണ്ട് ഷോപ്പിൻ്റെ പേരെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ് മുത്തശ്ശിക്കും. അവർ രണ്ടുപേരും വളരെ സന്തോഷമായിട്ട് ഇരിക്കുകയാണ്.